പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും ശബ്ദത്തിലും ആരാധിപ്പാൻ ലോകമെമ്പാടുമുള്ള വിശുദ്ധ ഗണത്തോട് ചേർന്ന് നമുക്കും കർത്താവ് ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരുവാൻ ഈ പകൽ നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അധരങ്ങളെ തുറന്ന് അധരപരമെന്ന സ്തോത്രയാഗം ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തിന് മഹത്വം നൽകിക്കാട്ടെ. സ്തുതിക്ക് യോഗ്യനായ കർത്താവ്, ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്നവൻ, സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ആ പാദാന്തിക്ക് അടുത്ത് വന്ന് ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, നാം അനുഗ്രഹിക്കപ്പെടുവാൻ, വിടുതൽ പ്രാപിപ്പാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഉള്ള അവസ്ഥ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് സ്തോത്രം ഈ പകലിലെ ഈ ആലയത്തിൽ നമ്മുടെ ഉള്ളങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു വിശുദ്ധ ആരാധനയ്ക്കൂടെ കടന്നു വരുവാൻ ഈ ഞായറാഴ്ച പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുതിയ മാസത്തിലേക്ക്, ഈ വർഷത്തെ 7-ാം മാസത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾക്കിടയായി. കർത്താവേ, ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ 1-ാം മാസം ഹല്ലേലൂയ ഞങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഈ ആലയത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ ആരാധന ഞങ്ങൾ ചോദിക്കുകയാണ്. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ നിലനിൽക്കുവാൻ കർത്താവിടെയാണ് കൂട്ടുവരുത്തിയ എല്ലാ ദൈവജനത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഹല്ലേലൂയ ഈ ആലയത്തിൽ വെളിപ്പെടുവാൻ, പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ ദൈവസ്ഥലിൽ എഴുന്നേൽപ്പിക്കണം കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തെ പാടി ആരാധിപ്പാൻ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ, അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ലഭ്യമാകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുഴുവൻ മഹത്വം അങ്ങേക്ക് നൽകി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം സഭയായി ഞങ്ങൾ ഇടയാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ വേണമേ. ഞങ്ങളുടെ മധ്യയായിരിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. യാത്ര ചെയ്തവരൊക്കെ സമാധാനത്തോടെ കൂട്ടി വരുത്തിയല്ലോ. അവിടുത്തെ എല്ലാ വിശ്വസ്തതയ്ക്കായി, ദൈവനീതിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഈ പകൽക്കാലം ഹല്ലേലൂയ മുഴുവൻ സമയം അവിടുത്തെ സാന്നിധ്യമുണ്ട്. അവിടുത്തെ സന്ധിബോധത്താൽ ഞങ്ങളെ നിറച്ച് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ഞങ്ങളെ ആക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്നല്ലോ. പ്രഗത്ഭമായ പാട്ടുകൾ പാടി പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ കരങ്ങളെ തട്ടി ഹല്ലേലൂയ സ്തോത്രം പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവസന്നിധിയിൽ നമ്മെ സന്തോഷത്തോടെ കർത്താവ് വീണ്ടും ഒരു ആരാധനയ്ക്കായി നമ്മെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് അവന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നവന്റെ കൃപയാണ്. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതയോ നമ്മുടെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല, കർത്താവിന്റെ കൃപയാണ്. ആ കൃപ നിമിത്തമാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. ആത്മീയമായ നമ്മുടെ നന്മകൾ, ഭൗതികമായ നമ്മുടെ നന്മകൾ എല്ലാം കർത്താവിന്റെ കൃപയും അവൻ കരുണയുമാണ്. ഹല്ലേലൂയ. ആ കർത്താവായ യേശുവിനെ ആമേൻ. ഹല്ലേലൂയ. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നമ്മുടെ നന്മയും എല്ലാം കർത്താവാണ്. അതിന്റെ ആധാരം കർത്താവാണ്. ആ കരുണാനിധിയായ കർത്താവിനെ നമുക്ക് ഇന്ന് പകൽക്കാലം അവൻ പ്രാരംഭത്തിൽ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം, വാഴ്ത്താം. കരുണാനിധിയെ കാൽവരിയൻകെ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ച് വാഴ്ത്താം. ഹല്ലേലൂയ. കരുണാനിധിയെ കാൽവരിയൻകെ Goodbye.
പകൽക്കാലം നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ ആരാധിപ്പാൻ, ഇന്ന് പകൽക്കാലം നമ്മെ കൂട്ടുവരുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പകലിലൂടെ കടന്നുകാലം ചേർന്ന് പാടുമ്പോൾ ദൈവസ്ഥൽ എഴുന്നേറ്റതുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപം പോക്കി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ നല്ല അരുമനാഥനായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ ദൈവസ്നേഹം നമ്മെ അകറ്റുവാൻ ഒന്നിനും കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു പ്രതികൂലം, ഒരു ഭാരത്തിന്, ഒരു വെല്ലുവിളിക്കും, ഒരു നന്മയ്ക്കും ദൈവസ്നേഹത്തിന് നമ്മെ അന്യമാക്കുവാൻ കഴിയുകയില്ല. കാരണം അത്രമാത്രം ആഴമേറിയ സ്നേഹം ദൂതർക്ക് കൂടെ ലഭ്യമാകാത്ത വലിയൊരു രക്ഷയ്ക്കുള്ള ദൂതറിയിപ്പാൻ അവകാശം ലഭിച്ചവരാ നമ്മൾ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആ മഹത്വം ഓർത്ത്, ആ മഹനീയമായ അനുഭവം ഓർത്ത്, ദൈവം നമ്മെ വീണ്ടെടുത്ത കൃപയെ ഓർത്ത് ഇന്ന് പകൽക്കാലം അവനെ പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ദൂതഗണത്തോട് ചേർന്ന്, ലോകമാറുള്ള വിശുദ്ധ ഗണത്തോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. ആർക്കും നൽകുവാൻ കഴിയാത്ത ആത്മശക്തി നമ്മുടെ ഉള്ളതിൽ നിറയ്ക്കുന്ന ആ മൺപാത്രങ്ങൾ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം സത്യത്തിലുമാത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മധ്യം പകരപ്പെടുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. പാടും ഞാൻ പരമേശ്വരന് സർവ്വം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ ഉള്ള പാട്ട് ചേർന്ന് പാടിയ പഴയ ഗാനം കരങ്ങളെ തട്ടി ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പാടും ഞാൻ പരമേശ്വരന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സകലം ഒക്കെ ലഭിച്ചിടുവാൻ ആദികൊണ്ടു കാത്തിരുന്ന കാലമാണിത്. ഒക്കെയും ലഭിച്ചിടുവാൻ ആദികൊണ്ടു കാത്തിരുന്ന കാലമാണിത്. ആദിയെങ്കിൽ കാവലെ ഞാൻ ആത്മോസിച്ചിടുവാൻ, ആദിയെങ്കിൽ കാവലെ ഞാൻ ആത്മോസിച്ചിടുവാൻ, ആദിയാദിക്കാവൻ എന്റെ പ്രാർത്ഥനയെ പാപമെല്ലാം പോകുന്ന
നിമിഷങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Glory to God. Jesus. അവരെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നവർ പാലപ്പെടുന്നവരുടെ കർത്താവേ, അവരെ സൗഖ്യം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ വിഷയങ്ങളും സ്ഥലത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പിന്നെ നിന്റെ സ്ഥലത്തിലായിരിക്കുന്നു നാമത്തന്നെ. സങ്കീർത്തന പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 23-ാം സങ്കീർത്തനം വാക്യബദ്ധകരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 23. സങ്കീർത്തനം Psalm 23. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. എന്റെ ശത്രുക്കൾക്കാർക്ക് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. അടുത്ത വാക്കി ചേർന്ന് വായിക്കാം. നന്മയും കരുണയും കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ നല്ല ഇടയനായ കർത്താവിനെ ആരാധിപ്പാൻ ഹല്ലേലൂയ ദൈവിക പരിപാലനങ്ങൾ കരുതലും അനുഭവിച്ചറിഞ്ഞ് ദൈവസന്നിധാനത്തിലേക്ക് വന്നു നിന്നുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മെ യോഗ്യരാക്കുന്ന ദൈവനീതിക്കായി നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവൻ നമ്മെ പരിപാലിച്ചു. ഹല്ലേലൂയ. നമ്മെ വിട്ട് ഈ വർഷത്തിന്റെ പകുതി നാളുകൾ കടന്നുപോയി. 6 മാസക്കാലം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ നടത്തിയ വിധങ്ങൾ, പ്രാപിച്ച നന്മകൾ, അനുഗ്രഹങ്ങൾ, വാഗ്ദത്ത നിവൃത്തികളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം 2ാമത്തെ പകുതിയിൽ കർത്താവ് താമസിച്ചാൽ നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവമാകയാൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. കർത്താവേ, പകൽക്കാലം ദിവസം നിന്നുകൊണ്ട് അങ്ങേ സ്തുതിപ്പാൻ എന്നെ യോഗ്യനാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാണ്. എത്രത്തോളം കൊണ്ടുവരുവാൻ നമ്മൊന്നുമില്ല. സ്തുതിസ്തോത്രയാഗങ്ങളാൽ ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തിന്റെ പരിപാലനം ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, നടത്തിപ്പിനെ ഓർത്ത്, അല്ലെങ്കിൽ വീട് പോകാതെ താട് പോകാതെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ പരിപാലനം, സമാധാനം, സന്തോഷം, അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ ആഴ്ചക്കാലവും നാം പ്രാപിച്ച നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, പ്രാർത്ഥന മറുപടിയുണ്ട്. ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ച് ആ പുത്രത്തിന്റെ ആത്മാവിന്റെ ആനുകൂല്യത്തില് അനുഭവത്തിൽ അങ്ങേ ആരാധിപ്പാൻ കർത്താവിനെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൂട്ടിവരുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ആദ്യ പകുതി മുഴുവൻ നമ്മെ പരിപാലിച്ച ദൈവമേ, ഞങ്ങളുടെ മേൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട്
അവിടുത്തെ കരുതലുകൊണ്ട്, അവിടുത്തെ നന്മയാൽ, വിടുതലാൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ കരുതലായി സ്തോത്രം. ഇത് പകൽക്കാലം 7-ാം മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾ ദൈവത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് നന്ദി പറയുകയാണ്. നടന്ന വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രണ്ടാം പകുതിയിൽ ഞങ്ങൾ നടത്തണമേ നല്ല ഇടയനായ കർത്താവേ, ഒരു കുറവും വരുത്താതെ ഞങ്ങളെ ദേവസ്വമായി നടത്തിയ ദൈവം, ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താവുന്ന ദൈവം, ഒരു നന്മയും കരുണയും കൊണ്ട് ഞങ്ങളുടെ ആയുഷ്കാലത്തെ നിറയ്ക്കുന്ന ദൈവം, ഇത് പകൽക്കാലം ആ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ സ്തോത്രം. തുടർന്ന നിമിഷങ്ങളിൽ അവിടുത്തെ സാന്നിധ്യ ബോധത്തോടെ ഞങ്ങളെ ഇരുത്തിക്കാട് മാനവും മഹത്വം അങ്ങേക്ക് ഞങ്ങളോട് സംസാരിക്കുന്ന വിടപെടണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി വിശുദ്ധ ആരാധനയിൽ കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും വീണ്ടും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. സ്തോത്രം. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ 23-ാം സങ്കീർത്തനം സ്തോത്രം ഉപയോഗിക്കുന്ന എല്ലാവർക്കും കാണാതെ അറിയാവുന്ന, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും കാണാതെ അറിയാവുന്ന, നമ്മുടെ ജീവിത കാലയളവിൽ നമ്മുടെ പിച്ചുവെക്കുന്ന പ്രായത്തിൽ ആദ്യമായി നാം പഠിച്ച് ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. എന്നിരുന്നാൽ തന്നെയും വളരെ ആഴമേറിയ ദൈവിക സത്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി നമുക്ക് സ്തോത്രം ഇതിലൂടെ വായിച്ചറിയുവാൻ, പാടുവാൻ കഴിയും. സ്തോത്രം. Even though it is very simple, even though we all know this by heart, there are certain theological truths. There are certain things that are very much related to our own personal life. He is there in this psalm. Praise the Lord. ഈ സങ്കീർത്തനം, praise the Lord, 6 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിൽ ദൈവം ഒരു നല്ല ഇടയനായി സ്തോത്രം നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവായി. Praise the Lord. As a good shepherd, praise God. Even Jesus Christ has mentioned in his public discourses about a good shepherd. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു നല്ല ഇടയനായി പലപ്പോഴും സൺഡേ സ്കൂളുകളിലും BBSലും ഒക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രകീർത്തിക്കുന്ന ദാവീദ് പുത്രനായ കർത്താവ്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ basic profession in the gist, he was a shepherd. So he knows very well how to take care of sheep. ആടിനെ പോറ്റി പുലർത്തുന്നത് എങ്ങനെന്ന് തനിക്ക് നന്നായി അറിയാം. താൻ രാജാവായിരിക്കുമ്പോഴും സ്തോത്രം തന്റെ ജീവിതത്തിൽ രാജാവായി കഴിഞ്ഞും ആയതിനു മുമ്പുമൊക്കെ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തോട് ചേർന്നുള്ള ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ തന്നെ ഇത് തലക്കെട്ടിൽ ദാവീദിന്റെ സങ്കീർത്തനം ഉണ്ടെങ്കിലും without even reading that we can say this is written by David. പല ലേഖനങ്ങളും നാം വായിക്കുമ്പോൾ അത് ആരാ എഴുതിയെന്നുള്ളത് അതിനകത്ത് തന്നെ വ്യക്തമാകുന്നു എന്ന് പറയുന്നത് പോലെ സങ്കീർത്തനങ്ങൾ പലതും തലക്കെട്ടില്ലാത്ത സങ്കീർത്തനങ്ങൾ പോലും, the psalms without even titles, we can read out the lines and we can say this is written by David because he poured out his heart. അവന്റെ ഹൃദയത്തെ ഈ വരികളിലൂടെ, ഈ വാക്യങ്ങളിലൂടെ പകർന്ന് ദൈവത്തോടുള്ള തന്റെ ബന്ധം. Praise the Lord. വിശ്വസ്തനായിരുന്നുകൊണ്ട് ആടുകളെ പരിപാലിച്ച അപ്പൻ ഏൽപ്പിച്ച, ദാവീദിന്റെ സ്വന്തമാണല്ലോ, ദാവീദ് വില കൊടുത്ത് വാങ്ങിയതല്ല, ദാവീദിന്റെ അപ്പൻ കൊടുത്ത അപ്പന്റെ സ്വത്താണ്. പക്ഷെ അതിനെ നോക്കി ടേക്ക് കെയർ ചെയ്യാനുള്ള അധികാരമാണ് ദാവീദിന്. അത്ര ചെറുപ്രായത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദാവീദ്. എന്നാൽ എങ്കിൽ പോലും സ്തോത്രം എന്താ ചെയ്തത്? സഹോദരൻ ചോദിച്ചത്, എനിക്ക് കുറച്ച് ആടുകളെ വിട്ടിച്ച് ആരുടെ പക്കൽ ഏൽപ്പിച്ചിട്ടാണ് നീ വന്നതെന്ന് ചോദിച്ചു. സ്തോത്രം. എന്നാൽ ദാവീദ് അതിനെ വിശ്വസ്തയോടെ ടേക്ക് കെയർ ചെയ്തു. നിങ്ങൾ വിചാരിക്കരുത്, അത്ര റെക്കഗ്നീഷൻ ഇല്ലാത്ത അന്നത്തെ കാലത്ത് മറ്റൊരു പണിക്ക് കൊള്ളാത്തവനെയാണ് ആടിനെ നയിക്കാൻ പറ്റുന്നത്. സ്തോത്രം. നാട്ടിലൊക്കെ പണ്ട് ഒരു പണിയില്ലാത്തവർ ചെയ്യുന്ന പല പണികളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ട മനുഷ്യൻ സ്തോത്രം അവൻ അതും വിശ്വസ്തയോട് ചെയ്തു. അതുകൊണ്ട് ദൈവം അവനെ ഇസ്രായേലിന്റെ തലപ്പത്തേക്ക് എത്തിച്ചു. സ്തോത്രം. ദൈവിക അഭിഷേകം അതിനെക്കുറിച്ച് ഞാൻ കലക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവദാസന്മാർ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ മധ്യശ്രീ ദേവദാസത്തിന്റെ അതിനെ സ്പർശിച്ച് സംസാരിക്കാനിടയായിട്ടുണ്ടല്ലോ. എന്നാൽ ഇവിടെ സ്തോത്രം താൻ എങ്ങനെയാണോ തന്റെ ആടുകൾക്ക് വേണ്ടി കരുതുന്നത്, അതിലും അപ്പുറമായി ആ അനുഭവത്തോട് ചേർന്ന് തന്റെ പ്രൊഫഷനോട് ചേർന്ന് താൻ പറയുകയാണ്, യഹോവ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുതൽ ഞാൻ പരമത്തിൽ ഓർപ്പിച്ചു. ഈ വർഷത്തിന്റെ ആദ്യ പകുതി നമ്മൾ വീട്ടിൽ കടന്നുപോയി. അല്ലെങ്കിൽ ദൈവം കരുതിയ കരുതലുകൾ, കർത്താവ് നല്ല ഇടയനായിരുന്നു എന്ന് നമുക്ക് ദൈവസ്ഥലത്തിൽ നിന്നിരുന്നോണ്ട് പറയാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ മിടുക്കല്ല, നമ്മുടെ വിശ്വസ്തതയല്ല,
നമ്മൾ ഹല്ലേലൂയ പെർഫെക്റ്റ് ആയതുകൊണ്ട് it is not because we are perfect, it is not because we were so faithful, but still our God was faithful. He has been a good shepherd to us, and let's thank God for that. നമുക്ക് ദൈവത്തെ ഒരു ഹൃദയംഗമായി നന്ദി പറയാമോ? ഇതിനാവിലെ കാലം ഈ വചനമെടുത്തതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, കർത്താവേ നീ ഞങ്ങളെ പോറ്റി പുലർത്തി. ഹല്ലേലൂയ. ഒരു ആടിന്റെ ഓരോ ചലനങ്ങളിലും ഒരു ഇടയന്റെ നിയന്ത്രണമുള്ളതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിത അനുഭവങ്ങൾ എഴുതി നോക്കിയ ഓരോ ചുവടുവെപ്പിലും ഹല്ലേലൂയ നമ്മുടെ ചുവട് പിന്തുടരാതെ, നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ നമ്മെ നാശത്തിലേക്ക് നയിക്കാതെ നമ്മെ ഹല്ലേലൂയ തന്റെ വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിച്ച ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിനു മുമ്പ് പ്രാവശ്യം സംഘത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ, സ്തോത്രം, വടിയും കോലും ഇതിന് രണ്ടിനും രണ്ട് ഫംഗ്ഷനാണ്. സ്തോത്രം. ഒന്ന് ഇതിനെ ഡിസിപ്ലിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു റോഡ് ആൻഡ് സ്റ്റാഫ്. അതർ വൺ ഈസ് അതിന് ഒന്നിന് നല്ല നീളമുണ്ട്. സ്തോത്രം. ഇതിനെ നേരെ ലൈനിൽ കൊണ്ടുപോകാൻ. മറ്റതിനൊരു വളമുണ്ട്. സ്തോത്രം. അതെന്നറിയാമോ? ഈ ആടിന് ഇല വേണ്ടിയപ്പോൾ ഇതിങ്ങനെ ചാടും, എത്താത്തവരും വരുമ്പോൾ ഇതിങ്ങനെ ചായച്ചു കൊടുക്കുവാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മെ നേരെയാക്കുന്ന നേരായ പാതയിൽ നടത്തുന്ന അതേ ഇടയനാണ് നമുക്ക് വേണ്ടി കരുതുന്നവൻ. ഹല്ലേലൂയ. ഈ നാടുകളിൽ ഈ not only disciplines us but he provides for us. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മെ വഴി നടത്തുകയും നമ്മെ ശാസിക്കേണ്ടത് ശാസിക്കുകയും തടയേണ്ടത് തടയുകയും, ഹല്ലേലൂയ, നമ്മെ ഹല്ലേലൂയ ശാസിക്കേണ്ടത് ശാസന നൽകി നമ്മെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് ഹല്ലേലൂയ അനുശാസനയോടെ നമ്മെ വഴി നടത്തുന്ന നല്ല ദൈവം. എന്നാൽ അതേ ദൈവം ഹല്ലേലൂയ മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമായ നമ്മുടെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഓർത്ത് നോക്കിക്കേ, നിയന്ത്രണം വിട്ട് നാം പോകാതിരിപ്പോൾ നമ്മെ ഹല്ലേലൂയ തടുത്തു നിർത്തിയ ആ ദൈവം, അതേ ദൈവം നമുക്ക് വേണ്ടി കരുതിയവനും കൂടെ ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ സ്തുതിച്ചാണ്. പലപ്പോഴും ഡിസിപ്ലിൻ നമുക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പരിധി വിട്ട് നാം പോകുമ്പോൾ തമ്പുരാൻ ഒരു പിടുത്തം പിടിക്കും, ഒന്ന് ഒതുക്കും. ഹല്ലേലൂയ. എന്നാൽ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല ദൈവത്തിന്റെ കരുതല്. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളില് അവന്റെ കരം നീട്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ഇത്ര നല്ല രക്ഷകനെ, ഇത്ര നല്ല വീണ്ടെടുപ്പുകാരനെ, ഇത്ര നല്ല ഇടയനെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തില് കണ്ടെത്തുവാൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി അനുഭവിപ്പാൻ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ ഈ സത്യത്തിന് മുഴുവൻ നമ്മുടെ രക്ഷയുടെ ഹല്ലേലൂയ രക്ഷാകരമായ ജീവിതത്തിന്റെ മുഴുവൻ അനുഭവങ്ങളും ഈ 6 വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 പകൽക്കാലം സമയമെടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മെ അവൻ വീണ്ടെടുത്തത് നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ മെടുക്ക് കൊണ്ടല്ല, തിരുനാമം നിമിത്തമാണ്. നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഒരു വലിയ ആഴമേറിയ സത്യമാണ് ആ വാക്യത്തിൽ നാം കാണുന്നത്. ഇവിടെ പറയുക, സ്വന്തം നിന്റെ നാമം നിമിത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷ നമ്മുടെ കർത്താവിൽ മാത്രം ആശ്രയിച്ചിരിക്കുക. അതിന്റെ ഏതെങ്കിലും അംശം നമ്മളിൽ നിക്ഷിപ്തമായിരുന്നെങ്കിൽ നമ്മുടെ രക്ഷ പൂർണ്ണമാകില്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. Our salvation is wholly dependent upon our God. Hallelujah. If at least some part of it was reliable, was relied or was dependent on our life or our action or any of our things, any of our merits, our salvation would not have been complete. Praise the Lord. But our salvation was wholly, completely, hallelujah, dependent upon our God. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, all for your name's sake. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്താൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് എന്റെ വീണ്ടെടുപ്പ് സാധ്യമായി. ഹല്ലേലൂയ. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് നാമ സുവിശേഷം പറയുന്ന സമയത്തും പരസ്യയോധത്തിൽ മാത്രമല്ല പറയേണ്ടത്, ഓരോ ദിവസവും വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈദ്യൻ ഉരുവിടേണ്ട ഒരു വലിയ സത്യമായത് അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ വിളിച്ചു പറയേണ്ട പ്രതികൂലങ്ങളുടെ നടുവില്, ഭാരങ്ങളുടെ നടുവില് നന്മ അനുഭവിക്കുമ്പോൾ, അനുഗ്രഹം അനുഭവിക്കുമ്പോൾ എല്ലാം പറയേണ്ട ഒരു കാര്യമാണ്, കർത്താവേ നീ മാത്രം, ഹല്ലേലൂയ, നീ മാത്രം, നീ മാത്രം, ഹല്ലേലൂയ, അങ്ങന്റെ ആധാരമാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പാടി ഹല്ലേലൂയ, നീ മാത്രമാണ് എനിക്ക് ആധാരം. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ആരൊക്കെ മാറിപ്പോയാലും, എന്തൊക്കെ മാറിപ്പോയാലും, കാര്യങ്ങൾ മാറി മറിഞ്ഞാലും എന്റെ കർത്താവിന് മാറ്റമില്ല. അവൻ എന്റെ ഇടയനാ, എന്റെ നടത്തിപ്പുകാരനാ, എന്റെ വീണ്ടെടുപ്പുകാരനാ. ഹല്ലേലൂയ. നമ്മുടെ കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഹല്ലേലൂയ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാഥോട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയാം ദൈവം കണ്ടാൽ ലോകാവസാനത്തോടും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, praise the Lord, he will be there with us till the end of this world. Hallelujah. And he will never forsake or forget that word, that promise. Hallelujah. Praise the Lord. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുദ്ധൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ദൈവിക കരുതലിന്റെ മറ്റൊരു സ്വഭാവമാണ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിറയുന്നതൊക്കെ നമുക്കുള്ളതാ, നിറഞ്ഞു കവിയുന്നത് മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് നിറഞ്ഞു കവിയണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും തൃപ്തി അടഞ്ഞിരിക്കുക. ഒരു ആവശ്യം വരെ, ഒരു അംശം വരെ, അല്ലെങ്കിൽ ഒരു അളവ് വരെ നമുക്ക് മതി പല കാര്യങ്ങളും. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കവിഞ്ഞൊഴുകുന്നത്. ഇവിടെ ഇത്ര പേർക്ക് അനുഭവത്തോടെ എന്ന് പറയാൻ കഴിയും, കർത്താവേ പ്രൈസ് ദി ലോർഡ്, നീ കവിഞ്ഞൊഴുക്കി തന്ന ഹല്ലേലൂയ സ്ഥലം പോരാതെ വരുവോളം വചനത്തിലുള്ളത് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതാ കാണാൻ കഴിയും നമ്മുടെ ദൈവത്തിന്റെ കരുതൽ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ അനുഗ്രഹിച്ച അങ്ങനെ ഒരു പരിധി നിർത്തുവാനല്ല. നമ്മെ അബ്രഹാമിനോട് അനുഗ്രഹം പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതിന്റെ അടുത്ത ഭാഗം, നീ ഒരു അനുഗ്രഹമായി തീരും. Praise the Lord. God's blessing always has the second side, the other side of our blessing. ഇന്ന് പകൽക്കാല ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവ് നീ എന്നെ നടത്തി, ഓ അങ്ങ് വിശ്വസ്തനാ, അങ്ങ് നീതിമാനാ, അതിൽ സംശയമില്ല. പക്ഷെ അതിനനുസരിച്ച് എത്രത്തോളം എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയും. കർത്താവിന്റെ കരുതലനുസരിച്ച് ആ കരുതലിന്മേൽ how much I am faithful. Hallelujah. Praise the Lord. This is the question. Hallelujah. We shall ask. ദൈവത്തിന് കൊടുക്കുവാൻ ദാവീദ് അനുഗ്രഹിക്കപ്പെട്ട് ഒതുങ്ങിയിരുന്നില്ല. ദൈവത്തിന് കൊടുക്കുവാൻ ഹൃദയത്തിൽ ശലോമോനേക്കാൾ, കഴിഞ്ഞ ദിവസവും ഞാൻ സംസാരിച്ച പ്രയോജനം പറയാം, ശലോമോനേക്കാൾ ആലയം പണിയുവാൻ ആഗ്രഹം ഉണ്ടായിരുന്ന മനുഷ്യനാണ് ദാവീദ്. ഹല്ലേലൂയ. Praise the Lord. അതിനുള്ള സകല ചുറ്റുവട്ടവും ഒരുക്കി അതിന്റെ പണി മാത്രം ബാക്കി വെച്ചിട്ടാണ് ദാവീദ് ശലോമോൻ വിട്ടത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പറയും ശലോമോൻ ആലയം പണിതത്, എന്നാൽ ശരിക്കും അതിന്റെ ആ ഒരു ഹല്ലേലൂയ അതിന്റെ മർമ്മം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയുവാൻ കഴിയും അത് ദാവീദിന്റെ ആലയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ആലയം അത്. ശലോമോന്റെ ആലയം നാം പറയുമെങ്കിലും ശലോമോൻ ശരിക്കും ഉണ്ടാക്കി നിർമ്മിച്ചു, നിർമ്മാണത്തിന് പങ്കുവഹിച്ചു എന്നുള്ളതല്ലാതെ ആ ആലയം ദാവീദിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. പ്രൈസ് പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇവിടെ പറയുക, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ. സ്തോത്രം. ഇവിടെ ആലയമില്ല. സ്തോത്രം. ആലയമില്ല. പക്ഷേ ദാവീദ് പറയാ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അക്ഷരികമായ ആലയം അവിടെ വന്നില്ലെങ്കിലും ദൈവ സാന്നിധ്യം ആലയമായി ദാവീദിന് വേണ്ടി വെളിപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തന്റെ മുഴുവൻ മാതൃകയിൽ നോക്കിക്കണ്ട്, ഓ ആ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്, ഓ തന്റെ ഹൃദയത്തിൽ കണ്ടിട്ടാണ് ദാവീദ് പോയത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? പ്രിയമുള്ളവരെ, നമ്മുടെ ആലയം ദൈവ സാന്നിധ്യമാണ്. നമ്മെ നടത്തിയ വിധങ്ങൾ, ഓ നാം കണ്ണീരൊഴുക്കിയ ഇടങ്ങൾ ആലയമായി മാറി, നാം യാഗപീഠം ഉയർത്തിയ ഇടങ്ങൾ ആലയമായി മാറി. ഒരു മനുഷ്യനും കൂടെ ഇല്ലായിരുന്ന സമയത്തും ദൈവത്തെ നിലവിളിച്ചപ്പോൾ ദാവീദ് കല്ല് തലയണയായി ബെഥേലിന്റെ ബെഥേലായി മാറി. It was a house of God. ഹല്ലേലൂയ. മരുഭൂമി ആലയമായി മാറി. യുദ്ധഭൂമികൾ ആലയമായി മാറി. കണ്ണുനീരിന്റെ ഇടങ്ങൾ, പ്രതികൂലങ്ങളുടെ നടുവില് അത് ആലയങ്ങൾ വെളിപ്പെട്ടു. ആലയത്തെ ആലയമാക്കി മാറ്റുന്നത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം അതേ ഹല്ലേലൂയ ആശയം വെച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് പറയുന്നില്ലയോ? ഇന്ന് പകൽക്കാലം എന്റെ കർത്താവിനെ വീണ്ടെടുത്ത നാൾ മുതൽ എന്റെ ഉള്ളിൽ വസിക്കുന്നത് എന്റെ കർത്താവാകയാൽ ഞാൻ കടന്നേരുന്നിടത്ത് അത് ദൈവത്തിന്റെ ആരാധന വരുന്ന ജീവിതമായി. ഹല്ലേലൂയ. എന്നെ നയിക്കുന്നത്, നടത്തുന്നത് എന്റെ കർത്താവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കൊരിടത്താണെങ്കിലും പ്രിയമുള്ളവരെ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇന്ന് പകൽക്കാലം യഹോവയുടെ ആലയത്തിൽ ഒരു ദിവസം വസിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഇന്ന് പകൽക്കാലം കണ്ണുകൾ ഒരു ദിവസം അടച്ചുകൊണ്ട് ഈ വചനം നാം ധ്യാനിക്കുമ്പോൾ നമ്മെ നടത്തിയ ഇടയൻ
ഇസ്രായേലിനെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയ ദൈവം നമ്മയും ഇത്രത്തോളം നടത്തി. ഡെൻവർഷാലൻ ദൈവസഭയ്ക്ക് ദൈവം നല്ലവനായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ദൈവം നല്ലവനായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾക്ക് ദൈവം നല്ലവനായിരുന്നു. നമ്മുടെ തലമുറകൾക്ക് നല്ലവനായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് അവൻ നല്ലവനാണ്. ഹല്ലേലൂയ. ആ നല്ല ഇടയനെ ഇന്ന് പകൽക്കാലം ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവത്തിന്റെ ഹൃദയംഗമായി നന്ദി പറഞ്ഞാട്ട് ദൈവത്തിന് സ്തുതി അർപ്പിച്ചാണ്. കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങ് കരുതിയ എല്ലാ കരുതലിനായി ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഞങ്ങളെ നടത്തിയ നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ പ്രാണനെ പഠിപ്പിച്ച് ഹല്ലേലൂയ പച്ചയായ പുൽപ്പുറങ്ങൾ ഞങ്ങളെ വഴി നടത്തി. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നാം തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തിയ നല്ല ഇടയന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു താഴ്വരുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രതികൂലങ്ങളും ഭാരങ്ങളും വെല്ലുവിളികളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഞങ്ങളെ നിലനിർത്തിയ അവിടുത്തെ വടിയും കോലും കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും കരുതുകയും ചെയ്ത അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഇന്ന് പകൽക്കാലം നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരുവാൻ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. ഹല്ലേലൂയ. അവിടുത്തെ ദയയ്ക്കായി സ്തോത്രം. അതിനെ കേട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ച് കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈ കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇംഗ്ലീഷ് കോർ വിൽ കം ഫോർവേഡ് ആൻഡ് പ്രസന്റ് നമ്പർ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രിയ സഹോദരനോട് ചേർന്ന് ഗാനം പാടാം. സ്തോത്രം. കുഞ്ഞുങ്ങൾ kids also will come forward and sing the song along with them. Praise the Lord.
Kids, please remember your words. Nehemiah 8:5. Ezra opened the book. All the people could see him because he was standing above them. As soon as he opened the book, everyone stood up. Amen. Praise God. Everyone who calls on the name God will be saved. Romans 10:13. Amen. Praise God. James 5 verses 13. If someone is suffering among you, let them pray. If anyone is cheerful, let them sing songs. Amen. Praise God. Psalm 67 verse 6. In the earth will yield its harvest, and God, our God, will richly bless us. Praise God. Hallelujah. Rejoice always, pray continually, and everything give thanks. For this is the will of God for you in Christ Jesus. 1 Thessalonians chapter 5 verses Amen. Praise the Lord. Hallelujah. 16 and 17. Amen. Praise the Lord. Psalm 37 verse 9. For those who are evil will be destroyed, but those who open the road will inherit the land. Hallelujah. Psalm 91 verses 1 to 5. Whoever dwells in the shelter of the Most High will find rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the fowler's snare and from the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. His faithfulness will be your shield and rampart. You will not fear the terror of night, nor the arrow that flies by day. Proverbs chapter 3, verses 19 to 20. The Lord by wisdom founded the earth. By understanding He established the heavens. By His knowledge the depths were broken up, and the clouds chopped down the dew. If had not been the Lord who was on our side, let Israel not say, if had not been the Lord who was on our side, the nations rose up against us, when their anger was kindled against us. The flood would have gone over us, then the torrent would have gone over us. The nobles would have gone the raging waters. Blessed be the Lord, who has delivered us from our enemies. You have escaped us away from the sight of ours. Psalm 25 verses 1 to 5. Therefore, my dear beloved, be steadfast and immovable, and always be abounding in the work of the Lord, and knowing that your labor is not in vain in the Lord. 1 Corinthians 15 verses 58. Amen. Hallelujah. Praise the Lord.
നിമിഷങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കാൻ നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു വേദഭാഗം വായിച്ച് സ്വന്തം ചില ചിന്തകൾ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. Exodus chapter 3 verse 1 to 6. Please read that in Malayalam and English. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന് നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാരെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന് നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. Now Moses was tending the flock of Jethro, his father-in-law, the priest of Midian, and he led the flock to the back of the desert and came to Horeb, the mountain of God. And the angel of the Lord appeared to him in a flame of fire from the midst of a bush. So he looked, and behold, the bush was burning with fire, but the bush was not consumed. Then Moses said, I will now turn aside and see this great sight, why the bush does not burn. So when the Lord saw that he turned aside to look, God called to him from the midst of the bush and said, Moses, Moses. And he said, Here I am. Then he said, Do not draw near this place. Take your sandals off your feet, for the place where you stand is holy ground. Moreover, he said, I am the God of your father, the God of Abraham, the God of Isaac, and the God of Jacob. And Moses hid his face, for he was afraid to look upon God. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി
ദൈവത്തിന്റെ സ്തോത്രം അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ്. മോശയെ ദൈവം വിളിക്കുന്ന മുൾപടർപ്പിലൂടെ, കത്തുന്ന മുൾപടർപ്പിലൂടെ മോശയ്ക്ക് ദൈവം വെളിപ്പെടുന്ന, മോശയെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്ന മോശയുടെ വിളിയുടെ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമാണ് നാം വായിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പശ്ചാത്തലമെങ്കിലും ആ വാക്യം വായിച്ചു അതിൽ നിന്ന് ചില കാര്യങ്ങൾ സ്തോത്രം ചിന്തിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഒരു സാധാരണ ദിവസമായിരുന്നു അന്നും. സാധാരണ പോലെ തന്റെ അമ്മായിപ്പനായ യിത്രോവിന്റെ ആടുകളെ മേയ്പ്പാൻ മോശ കടന്നു പോകുന്ന വഴി. Just like a normal day, just like another day, he was going ahead to do his daily routine, that is to shepherd the sheep of his father-in-law Jethro. എന്നാൽ അന്ന് അതുപോലെ മുൾപടർപ്പ് കത്തുന്നതും മരുഭൂമിയിൽ പ്രത്യേകാൽ മോശ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ആ മേഖല, ആ പർവ്വതങ്ങൾ, അവിടെ ഈ മുൾപടർപ്പ് കത്തുന്ന ഒരു പുതിയ കാഴ്ചയല്ല. ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ സൈറ്റ്. ഇറ്റ് ഹാപ്പൻസ് ഓൾ ദ ടൈം. ഉണങ്ങിക്കിടക്കുന്ന മുൾച്ചില്ലകൾ കത്തി. പക്ഷെ ഇതിന്റെ പ്രത്യേകത മുൾപടർപ്പ് കത്തുന്നുണ്ടല്ലേ. സ്തോത്രം. ഇറ്റ് വാസ് ദ ബേണിംഗ് ബുഷ്. ദ ബുഷ് വാസ് ബീങ് ബേൺഡ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, കുറച്ച് കത്തി ഇതൊക്കെ തീരും, പക്ഷെ തീരുന്നില്ല, കത്തി നിൽക്കുകയാണ്. കത്തുന്ന കണ്ടിട്ട് കുറച്ച് നേരം താൻ അതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നെങ്കിലും തന്റെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിപ്പാൻ തക്കവണ്ണം അതിലൊരു പ്രത്യേകത മോശ കാണുവാനിടയായി. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ദിവസങ്ങൾ, our days will be normal like another day, but God is giving us sign. Praise the Lord. God is giving us certain lead so that God needs our attention. Praise the Lord. ദൈവത്തിന് നമ്മുടെ ശ്രദ്ധ ആവശ്യമായ പല കാര്യങ്ങളുമുണ്ട്. ചില കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചിന്തിക്കുമ്പോൾ അതിലൂടെ എല്ലാം ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ. സ്തോത്രം. If something unusual happens, even if it is positive or negative, if something that we have never thought will happen in our life, if something is seeking our attention, oh hallelujah, many times we shall not overlook it as something else, but we should see whether God has a message in it. ദൈവത്തിന് അതിനകത്തൊരു സന്ദേശമുണ്ടോ, ദൈവത്തിനോട് സംസാരിപ്പാണ്. എപ്പോഴും വിചാരിക്കരുത് പ്രവാചകന്മാർ വന്ന് തലേ കഴിച്ച് പറയുമ്പോഴേ ദൂത് വെളിപ്പെടുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് നമ്മോട് അല്ലാതെ സംസാരിക്കും. കഴുതയിലൂടെ സംസാരിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. പ്രകൃതിയിലൂടെ സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാറ്റിലും മേഘത്തിലും അന്ധതാമസിലും കൂരലിലും ഒക്കെ സംസാരിക്കുന്ന നമ്മുടെ ദൈവം. കൊടുങ്കാറ്റിലും വെള്ളത്തിന്റെ തിരമാലയിലും ആഴത്തിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് നമ്മോടൊക്കെ ഇടപെടുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരു ഹൃദയവാഞ്ച. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ മങ്ങിപ്പോയ, മൂടിപ്പോയ, സ്തോത്രം, ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മോശയ്ക്ക് പോലും ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ, പ്രിയ ദൈവമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ ചോദ്യങ്ങള്, ഹല്ലേലൂയ, നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങള്, അതിന്റെ എല്ലാം മധ്യത്തിൽ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുക. പക്ഷെ അത് കേൾക്കുവാൻ ആരുണ്ട്, അത് ശ്രദ്ധിക്കുവാൻ ആരുണ്ട്, അത് സ്വീകരിക്കാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ആരുണ്ട്? ഈ ദേശത്ത് ദൈവത്തിന്റെ വേല വെളിപ്പെടുമ്പോൾ ദൈവം കത്തുന്ന മുൾപടർപ്പ് പോലെ, ഓ ഹല്ലേലൂയ, ചിലതിനെ നമ്മുടെ മധ്യയായിരിക്കും. അത് കാണുന്നവൻ, കേൾക്കുന്നവൻ, കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ അതിന് ശ്രദ്ധ ഓർപ്പിക്കുന്നവൻ, പ്രാർത്ഥനാ മുറിയിൽ അതിനുവേണ്ടി സമയത്തെ ചെലവഴിക്കുന്നവൻ, അവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ, ദൈവിക സന്ദേശം വെളിപ്പെടുകയാ, അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടാത്തൊരു കാലമില്ല. സ്വതന്ത്രം അന്ധകാലം നിറഞ്ഞ 200 വർഷക്കാലമുണ്ട് പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇടയിൽ. അവിടെയും ദൈവം ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും പൊതുവേ ഉള്ള വെളിപ്പാട് ലഭിച്ചില്ലെങ്കിലും ദൈവത്തിന് ആ സമയത്തും സംസാരിപ്പാറുണ്ട്. വാഴും ശൂന്യമായതിന്റെ മീതെ പരിവർത്തിച്ചൊരു പരിശുദ്ധാത്മാവാണ് ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വതന്ത്രം ഒന്നുമില്ലായ്മയുടെ ഭാഗത്ത് ദൈവത്തിന് ചെയ്യാറുണ്ട്. കാരണം ദൈവത്തിന് അറിയാം തീരുന്നില്ല, ഇതിനപ്പുറത്തൊന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത്, മോശയുടെ ഭാവി എല്ലാം തീർന്നു എന്ന് പറഞ്ഞിടത്താണ് കത്തുന്ന മുൾപടർപ്പിലൂടെ, ഏതുമില്ലാത്തതിലൂടെ ഒരു പുതിയ ഉറക്കം കുറിക്കുവാൻ ദൈവത്തിനിടയായ എന്ന് പറയുന്നത് സ്തുതിപ്പാൻ കഴിയും. കത്തിച്ചാമ്പലായി തീരുന്ന, ഒന്നുമല്ലാതായി പോകുന്ന, ഇപ്പൊ കത്തി അല്പസമയം കഴിയുമ്പോൾ ഒന്നുമല്ലാതായി പോകുന്നതിലൂടെ ദൈവശബ്ദം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകരക്കാലം, ഹല്ലേലൂയ, പ്രിയ ദൈവമൈതലേ, ഏതുമല്ലാത്തതിലൂടെ
മാനസികമായി വേദനിപ്പിക്കുന്ന വിഷയങ്ങളുടെ മേൽ, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ നടവുള്ള ദൈവമുണ്ട്. അവൻ ശക്തനായ ദൈവമാ. വാക്ക് പറഞ്ഞാൽ മാറാത്തവരാ, വാഗ്ദത്തങ്ങളിൽ വിശ്വസനാ. ദൈവത്തെ സ്തുതിച്ചാണ് ഇന്ന് കാലം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്റെ ദൈവത്തിന് എന്നെ ചിലത് ചെയ്യുവാനുണ്ട്. ഇവരുടെ അധ്യായങ്ങളെ തുറക്കുന്ന ദൈവമുണ്ട്. ഇവരുടെ അധ്യായങ്ങൾക്ക് ശേഷം ഒരു പുത്തൻ പുലരി അനുഗ്രഹത്തിനായി വിടുതലായി നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവമുണ്ട്. ദൈവസ്ഥയുടെ കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടിയില്ല? എനിക്ക് നൽകിയ വാഗ്ദത്തം എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? നീണ്ട 40 വർഷങ്ങളായല്ലോ, എന്നെ ഓർക്കുവാൻ ആരുമില്ല. ഇവൻ തീർന്നു പോയെന്ന് വിചാരിച്ച്, ഇവൻ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച് പറവോന്റെ ആരെങ്കിലും ഒരു സൈന്യാധിപൻ അല്ലെങ്കിൽ ഒരു സേനാനായകൻ അല്ലെങ്കിൽ ഒരു പടയാളി ഇവനെ കൊന്നു കളഞ്ഞു കാണുമെന്ന് വിചാരിച്ച് അവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ് മോശയുടെ കുടുംബം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടി മോശയെ പിന്തുടർന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇൻ ദ mundane things, in the routine things, in the normal things, ഹല്ലേലൂയ, നമ്മുടെ സാധാരണപ്പെട്ടൊരു ജീവിതം, സാധാരണപ്പെട്ടൊരു ദിവസം, ഇന്നലെ പോലെയുള്ളൊരു ദിവസം, ഒരു വ്യത്യാസമില്ല. ഇന്നലെയും ഇതുപോലെ, ഇന്നും ഇതുപോലെ, നാളെയും ഇതുപോലെ എന്ന് പറഞ്ഞ് 40 വർഷം പോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം ദൈവം, ഹല്ലേലൂയ, സാധാരണയിലൂടെ ഒരു മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇൻ ദ mundane things, ഹല്ലേലൂയ, God has shown something miraculous. Praise the Lord. അത്ഭുതങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന അത്ഭുതം സംഭവിക്കണമെങ്കിൽ we shall be surprised in our own way. No. അത്ഭുതങ്ങൾ പലപ്പോഴും സംഭവിക്കാൻ ദൈവത്തിന് ചെറിയ കാര്യങ്ങൾ മതി. Praise the Lord. പച്ചവെള്ളം കൊണ്ട്, സ്തോത്രം, അതിനെ വീഞ്ഞാക്കി ദൈവം അത്ഭുതം ചെയ്തു. പച്ചവെള്ളം എന്താ? സാധാരണ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയൊന്നുമില്ല. സ്തോത്രം അല്ലേ? 5 അപ്പവും 2 മീനും. അതുകൊണ്ട് വലിയൊരു പുരുഷാരത്തിൽ 5000 പേരെ പോഷിപ്പിച്ച ദൈവം. ക്രൂശിൽ കിടന്ന കളന്റെ വീണ്ടപ്പോൾ ഓർത്ത് നോക്കിയേ, ഒന്നുമില്ലാത്തവൻ, അവൻ അഡ്രസ്സും ഇല്ല, പേരില്ല, കുടുംബമില്ല, ഒന്നുമില്ല. ദൈവം പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പ് ആരംഭിക്കുന്നത് ഇവനിലൂടെയാണ്. ക്രൂശിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ യാഗത്തിൽ ആദ്യമായി വീണ്ടെടുക്കപ്പെട്ടവൻ ഏതുമില്ലാത്തവനായിരുന്നു എന്ന് നാം മറന്നു പോകരുത്. പ്രിയമുള്ളവർ, അത് കഴിഞ്ഞ ശിഷ്യന്മാരൊക്കെ വിശ്വസിപ്പാനിടയായത് യേശുവിലൂടെ 3 വർഷം നടന്നവൻ അതിൽ ആദ്യമായി എന്റെ കർത്താവും ദൈവവുമായെന്ന് വിളിക്കും മുമ്പ് ക്രൂശിൽ തന്നോടൊപ്പം മരണപ്പെട്ട കള്ളൻ, ഹല്ലേലൂയ, കർത്താവിനെ സ്വീകരിപ്പാനിടയായി. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തി ഏതുമില്ലാത്തതിലൂടെ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ചെറിയ ജോലിയാകാം, നിന്റെ ചെറിയ ദൗത്യമാകാം, നിന്റെ ചെറിയ ഒരു സ്വപ്നകാഴ്ചയാകാം, നിന്റെ ചെറിയ കരമാകാം, ഏതുമില്ലാത്ത പരിമിതി ഉള്ളതാകാം. നിങ്ങളുടെ ദൈവത്തിന്റെ കരം വെളിപ്പെടുമ്പോൾ അത് വലിയ വിടുതലായി ഭവിക്കുക. ഒറ്റ കാര്യം നീ സമർപ്പിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, ഡെയിലി ഡേ ടു ഡേ ലൈഫ്സ്, these things are happening. ഹല്ലേലൂയ. ദൈവത്തിന് എന്തിനെ ഉപയോഗിക്കാൻ കഴിയും, പക്ഷെ നാം അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ. രണ്ടാമതായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, മോശയുടെ എല്ലാ പ്രതീക്ഷയും മാറ്റിക്കൊണ്ട് ഒരു ശബ്ദം അതിൽ നിന്ന് വരിക. Praise the Lord. A voice is being heard. Praise the Lord. Many times are we able to hear God's voice? Praise the Lord. മതി പറഞ്ഞതുപോലെ പ്രവാചകൻ പറയുമ്പോഴോ ഭാഷ പ്രസംഗിക്കുമ്പോഴോ ഒക്കെ ദൈവശബ്ദം കേൾക്കുമെന്നാണ് നാം വിചാരിക്കുന്നത്. No. When we pray in the presence of God, we can hear the voice of God. നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരും നമ്മുടെ അടുത്തില്ലെങ്കിലും, ശമൂവേൽ, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിലായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ. 1 ശമൂവേൽ 3:4 വായിക്കുമ്പോൾ യഹോവ ശമൂവേലിനെ വിളിച്ചു, അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലി അടുക്കൽ ഓടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് തന്നെ ആര് വിളിക്കാനാ? ഏലി അല്ലാതെ മറ്റാരെന്നെ ഈ സമയത്ത് വിളിക്കാൻ? അതായിരുന്നു ശമൂവേൽ ബാലന്റെ ചിന്ത. എന്നാൽ യഹോവയായ ദൈവമാണ് അവനെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യത്തിൽ നിന്നുള്ള ശബ്ദം നമ്മെ മാറ്റിമറിക്കുന്നത്. ആ സ്തോത്രം നമ്മെ അന്ന് വരെ ഉണ്ടായിരുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുന്നത് ദൈവശബ്ദം കേട്ട് കഴിയുമ്പോൾ. Praise the Lord. It brings a transformation in our lives. Hallelujah. Praise the Lord. The presence of God, the experience with God, the experience of the presence of God shall transform us. നമുക്കൊരു രൂപാന്തരം ഉണ്ടാകും. Praise the Lord. അതാണ് ദൈവശബ്ദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവശബ്ദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മിലൂടെ ചെയ്യുന്ന ദൈവപ്രവർത്തിക്കാൾ മുമ്പ് നമ്മിലൊരു മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുക.
പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും ഏത് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളവരെ നോക്കിയാൽ അവരിൽ രൂപാന്തരം വരുത്തിയാണ് ദൈവം അവരെ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. God will transform. Many times we want the things outside of us to be transformed. അല്ലേ? നമ്മളല്ലേ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഈ വിഷയത്തിന് വിടുതൽ വേണം, അല്ലേ? ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം, അല്ലെങ്കിൽ രോഗത്തിൽ സൗഖ്യം വരണം, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറ്റണം, അധികാരികളുടെ ഹൃദയത്തെ മാറ്റിമറിക്കണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. Many times our prayers are more concentrated on things outside of us. But this morning God would like to ask us, നമ്മോട് ദൈവം പറയുക, നിന്നിലേക്ക് നീ നോക്കി. ആദ്യം എനിക്ക് നിന്നെയാ മാറ്റേണ്ടത്. ഹല്ലേലൂയ. നിന്നെ മാറ്റിയ ശേഷം നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിളിച്ചിറക്കി കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞു. അബ്രഹാമിനെ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. പലപ്പോഴും നാം ആഗ്രഹിക്കേണ്ടത്, ദൈവമേ എന്നിലൊരു രൂപാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് ഇത്ര നാളെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടും ഒരു രൂപാന്തരം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളുടെ ഒരു പ്രവൃത്തിയും ചെയ്യുവാനില്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവർ അഭിമാനിക്കുന്നവരാ നമ്മള്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തുവാൻ കഴിയാതെ ഒരു രൂപാന്തരം നമ്മളില്ലെങ്കിൽ സുവിശേഷം നമ്മളിലൂടെ മഹത്വപ്പെടത്തില്ല. നമ്മിലൂടെ സുവിശേഷം പുറത്തു വരണമെങ്കിൽ നമ്മിലൂടെ കടന്ന്, ഹല്ലേലൂയ, മറിയോട് പറഞ്ഞു, ഒരു വാൾ നിന്റെ അകത്തൂടെ കടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മിലൂടെ കടന്ന് പുറത്തു വരേണ്ടതാ. ദൈവത്തിന്റെ വചനമാകുന്ന വാള് നമ്മിലൂടെ കടന്ന് പുറത്തു വരേണ്ടതാ. അങ്ങനെയാകുമ്പോൾ അത് മറ്റുള്ളവരിൽ മൂർച്ചയോടെ എത്തുന്നത്. ഹല്ലേലൂയ. നിന്നിൽ രൂപാന്തരം വരുത്തിയ ദൈവത്തിന്റെ വചനത്തിന് അനേകരെ വെടിവെപ്പാൻ കഴിയും. നമുക്ക് രൂപാന്തരം അതിൽ നമ്മിലൂടെ ആരും വെടിവെക്കപ്പെടുന്നില്ല. അത് ഉറപ്പിച്ചോ. ഹല്ലേലൂയ. നമുക്കൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ അത് മോശയെ വിളിച്ചത് അതിനു വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം മോശയെ അത്ഭുതകരമായി ദൈവം വിടുവിച്ചു. മരണത്തിൽ നിന്ന്, നൈൽ നദിക്കകത്ത് നഷ്ടപ്പെടേണ്ടവൻ ഇന്ന് ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ കത്തുന്ന മുൾപടർപ്പിന്റെ മുമ്പിൽ നിൽക്കുകയാ. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് എവിടെയോ എന്നോ നഷ്ടപ്പെടേണ്ടത് നമ്മള്, മണ്ണോട് മണ്ണ് ചേരേണ്ടത് നമ്മളെ ദൈവം ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന് ഈ പർവ്വതങ്ങൾ നിറഞ്ഞിടത്ത് നിർത്തിയെങ്കിൽ അതിന്റെ പേര് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ, ചില നാളുകൾക്കൊക്കെയാണെങ്കിലും, ഹല്ലേലൂയ, എവിടെയൊക്കെ കൊണ്ടുവന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിനെ കൊണ്ടുവന്നിടത്തല്ല, ഹല്ലേലൂയ, ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. 40 വർഷം ഈജിപ്തിൽ, 40 വർഷം മരുഭൂമിയിൽ. പലപ്പോഴും നമ്മൾ പറയും വേസ്റ്റഡ് ഇയേഴ്സ് എന്ന് പറയാം, അല്ലെ? നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, ഒരു പ്രയോജനമില്ലാതെ ആടിന്റെ കൂടെയുള്ള ആട് ജീവൻ നയിച്ച 40 വർഷങ്ങൾ. പക്ഷേ ദൈവത്തിനൊരു വ്യത്യാസം വരുത്തുവാൻ പദ്ധതി ഉണ്ടായിരുന്നു. ഒരു ദിവസം ദൈവം കുറിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർ, നിങ്ങൾ വിചാരിക്കുകയോ എന്റെ ജീവിതം ഇവിടെ കത്തി തീരത്തേ ഉള്ളൂ എന്ന് വിചാരിച്ച് നാം ആയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. സ്തോത്രം. അവിടെ കൊണ്ട് നീ തീരത്തില്ല. ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് നീ നൈൽ നദിക്ക്, അവിടുത്തെ മുതലകൾക്ക്, അവിടുത്തെ മൃഗങ്ങൾക്ക് നീ ഇരയാകാതിരുന്നത്. ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുള്ളത് കൊണ്ടാണ്. നിന്റെ മാതാപിതാക്കൾ കണ്ടൊരു ദർശനമുണ്ട്. ശിശു സുന്ദരനെന്ന് ജനത്തിങ്കൽ കണ്ടു. ദിവ്യ സൗന്ദര്യമാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല സൗന്ദര്യമാ. ഹല്ലേലൂയ. അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി ഇവന്റെ മേൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്. ഇന്ന് പകൽക്കാലം ദൈവസല്ലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലത്തിലും, ഹല്ലേലൂയ, ഏത് വെല്ലുവിളിയിലും ഒരു ദൈവിക പദ്ധതിയെ കാണുവാൻ കഴിയുന്നവർ അവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാം നെഗറ്റീവ് അല്ല പ്രിയമുള്ളവരെ. എല്ലാം നമ്മെ തകർക്കുവാനല്ല, എല്ലാം നമുക്കെതിരെ നമ്മൾ തകർത്ത് കളയുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മോശയുടെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അനേക നാളായി അവന് പേരില്ല. സ്തോത്രം. അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഹരീഷ് പാസ്റ്റർ വളരെ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ച് കാണിച്ചു. സ്തോത്രം. അളിയന്മാരും മിണ്ടാൻ പറ്റില്ല, അപ്പൻ മിണ്ടാൻ സമ്മതിക്കുകയില്ല, ഭാര്യ പറയും, അവർ പറയുന്നത് കേട്ടാൽ മതി, കാര്യമില്ല. ഇവിടെ മോശയ്ക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. പക്ഷെ ദീർഘവർഷങ്ങൾക്ക് ശേഷം മോശയുടെ പേര് വിളിക്കുന്ന ദൈവശബ്ദം, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗിദെയോട് ദൈവം പറഞ്ഞത് നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബീശേരനായ യോവാസിന്റെ കരുവേലകത്തിന്റെ കീഴിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് വിടാതിരിക്കേണ്ടത് കോതമ്പ്
മുന്തിരിച്ചക്കിനിടെ വെച്ച് ഹല്ലേലൂയ സ്തോത്രം അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആ സമയത്ത് മെതിക്കുന്ന സമയത്ത് സ്തോത്രം അവനെ അവിടെ അറിയുന്ന ആരുമില്ല. പക്ഷേ യഹോവയുടെ ദൂതൻ അവിടെ വരിക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പലപ്പോഴും the place and the time where we never expect we shall hear the voice of God. Praise the Lord. അതുപോലെ തന്നെയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം എലീശയെ ദൈവം വിളിച്ചത്. സ്തോത്രം എന്താ ചെയ്തോണ്ടിരിക്കുക? എലീശ ദൈവം വിളിച്ചത് എപ്പോഴായിരുന്നു? കൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ്. കണ്ടത്തി കാളെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം നമുക്കറിയില്ല അങ്ങനെ ദൈവശബ്ദം കേൾക്കുന്ന വിശ്വാസമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. മാവ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്താകാം, നിന്റെ ജോലിയിൽ നീ നിർവൃതരായിരിക്കുന്ന സമയത്താകാം. സ്തോത്രം ഹല്ലേലൂയ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം ദൈവശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ, IT മേഖലയുള്ളവർ കേൾക്കുമോ? സ്തോത്രം. ദൈവശബ്ദം പോയിട്ട് ഒന്നും കേൾക്കാൻ സാധ്യതയില്ലാത്ത വെളിവില്ലാത്ത സമയമാ എന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ് വളരെ ടെൻസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും ദൈവശബ്ദത്തിന് ഏത് അതിർവരമ്പിനെയും ഭേദിച്ച് മുന്നിലേക്ക് എത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കാളയെ പൊട്ടിക്കൊണ്ടിരുന്ന ഒരു വിളി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഒരു പുതപ്പ് അവന്റെ മേൽ വീഴുകയാണ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നിന്റെ മേൽ അഭിഷേകത്തിന് പുതപ്പെടുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും അഭിഷേകം നിന്റെ മേൽ പകരപ്പെടും. വനാന്തരങ്ങൾ ദാവീദിന്റെ മേൽ ഓ ഹല്ലേലൂയ ആരും അന്വേഷിക്കാതിരുന്നവന്റെ മേൽ ഓ യഹോവയുടെ അഭിഷേകം പകർന്നുവെങ്കിൽ തൈലക്കൊമ്പിലെ അഭിഷേകം നിന്റെ മേൽ പകരുവാൻ ആണ് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ അത് മറ്റൊരുവന്റെ തലയിൽ വീഴത്തില്ല. അത് നിന്റെ മേൽ വീഴും, നിന്റെ തലമുറയിൽ വീഴും. ഹല്ലേലൂയ. എത്ര പകരക്കാലം വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ വിളി എന്നെ രൂപാന്തരപ്പെടുന്നത് പ്രതികൂലത്തിൽ വെളിപ്പെടുക. ഹല്ലേലൂയ. ഓ ആ സമയത്ത് വെളിപ്പെടുക, യാമത്തിൽ വെളിപ്പെടുക. ഹല്ലേലൂയ. ഏതുമില്ലാത്തതിനെ വെളിപ്പെടുക, ഏതുമില്ലാത്തതിനെ കൊണ്ട് വെളിപ്പെടുന്നത് എന്റെ ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. വനങ്ങളെ തോൽപ്പിക്കുമാറാക്കുന്ന, പാമ്പടകളെ പ്രസവിക്കുമാറാക്കുന്ന, ഇല്ലായ്മയെന്ന സകലത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എന്റെ ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, നിന്റെ പേരൊരു ദൗത്യം നൽകുവാൻ, ഹല്ലേലൂയ നിന്റെ പേരൊരു പകരപ്പെടുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. ഇത് പകരം ദൈവത്തെ സ്തുതിച്ചാണ്, ദൈവസന്നിധിയെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, ഉൾപ്പുറപ്പിൽ വെളിപ്പെട്ട ദൈവശബ്ദം, മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവശബ്ദം ഈ അവസരങ്ങളിൽ ചില സാധാരണ സന്തതികളിൽ മേൽ അത് വെളിപ്പെട്ടിട്ട് എന്റെ ജീവിതത്തിലും ഒരു മാറ്റം. ഹല്ലേലൂയ. കഴിഞ്ഞ ചില നാളുകളായി ഒരു മാറ്റവും ഇല്ലാതെ, അല്ലെ ഒരേപോലെ ഒഴുകുന്ന ഒരു നദി പോലെ, അല്ലെ ഒരു ഓളങ്ങളോ തിരമാലകളും ഇല്ലാതെ, ഒരു റിപ്പിൾസും ഇല്ലാതെ, ഒരു ചലനവും ഇല്ലാതെ ആയിരിക്കുന്ന ജീവിതങ്ങളുടെ എന്റെ ദൈവത്തിന്റെ കാര്യം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്ന് പറയും ഇന്നലെ പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചു, ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. എന്നാൽ എന്റെ ദൈവത്തിന്റെ കാര്യം ചലിക്കുമ്പോൾ ഉൾപ്പുറപ്പ് കത്തിയതുപോലെ, ദൈവശബ്ദം കേട്ടതുപോലെ, മോശയെ വിളിച്ചതുപോലെ, ശമൂവേലിനെ വിളിച്ചതുപോലെ, എലീശയെ വിളിച്ചതുപോലെ നിന്റെ പേര് തികച്ചും അസാധാരണമായ സമയത്ത്, തികച്ചും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് വെളിപ്പെടുവാനായിത്തീരും. ഹല്ലേലൂയ. മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകനെ വിളിച്ചു. യെശയ്യാ ഒരിക്കലും വിചാരിച്ചില്ല ദൈവശബ്ദം, ദൈവിക ദർശനം അവിടെ വെളിപ്പെടുമെന്ന്. എല്ലാ പ്രതീക്ഷയും അസ്ഥാനത്തായ സമയത്ത്, ഓ പ്രതികൂലങ്ങളും ഭാരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ സമയത്ത്, ഒരു നേതൃത്വം നഷ്ടപ്പെട്ട സമയത്ത്, ഓ ഇനി രാജ്യം എങ്ങനായിത്തീരുമെന്ന ചോദ്യത്തിന് മുമ്പിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ദർശനത്തിലൂടെ പ്രവാചകനായ യെശയ്യായോട് വെളിപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ച ദർശനമായിരുന്നു യെശയ്യാവിന്റെ പുസ്തകം. 66 പുസ്തകങ്ങൾ അത് വായിക്കുമ്പോൾ അതിന്റെ ഓരോ അധ്യായത്തിലും ഹല്ലേലൂയ പ്രൈസ് ദൈവത്തിന്റെ പ്രവൃത്തി, ക്രിസ്തുവിനെ ഇത്ര മനോഹരമായി, ക്രിസ്തുവിന്റെ മശീഹയുടെ വെളിപ്പാട് ഇത്ര മനോഹരമായി വെളിപ്പെട്ട മറ്റൊരു പ്രവാചകനില്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഓ ഹല്ലേലൂയ. യുഗങ്ങൾക്ക് മുമ്പ് ദൈവം സ്ഥാപിച്ച ചില പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ ഏതുമില്ലാതെ അവന്റെ നാവിനെ സ്പർശിച്ചെങ്കിൽ, ഹല്ലേലൂയ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നിന്റെ നാവിനെ ദൈവം സ്പർശിച്ചാൽ, നിന്റെ ജീവിതത്തെ ദൈവം സ്പർശിച്ചാൽ, ഓ നിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടാൽ, ഓ ഹല്ലേലൂയ ഒരു കാര്യം ഉറപ്പാ, നിന്നോട് അസാധാരണമായ ഒരു ശുശ്രൂഷ വെളിപ്പെടും. ഹല്ലേലൂയ. അത് അനേകരുടെ വിടുതലിന് കാരണമായി
എല്ലാറ്റിലും മർമ്മങ്ങളെ പ്രസ്താവിപ്പോൾ ദൈവം നമ്മുടെ നാവിനെ എടുത്ത് ഉപയോഗിക്കും. എത്രവർ വിശ്വസിക്കുന്നു ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ തലമുറകളെ പകരപ്പെടുന്ന ഒരു കാലമായി മാറട്ടെ. ഹല്ലേലൂയ. ശിശുക്കളെ മുലകുടിക്കുന്നവരുടെ നാവിന്മേൽ അവൻ അധികാരത്തെ നിയമിക്കുന്ന, ദർശനത്തെ നിയമിക്കുന്ന, ഓ ഹല്ലേലൂയ, വൃദ്ധന്മാരും വൃദ്ധമാരും ദർശനങ്ങൾ കാണുന്ന, സ്വപ്നങ്ങൾ കാണുന്ന, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സകലയിടത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ആ ദൈവിക വാഗ്ദത്തം നിവർത്തി. അതുണ്ടാകുവാൻ പ്രിയമുള്ളവരെ ദൈവത്തിന് അല്പസമയം മതി. നാം സമർപ്പണത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവങ്ങളെ, എന്റെ വാക്കുകൾ 49 അധ്യായം 1 വാക്യത്തിൽ പറയുക, ദ്വീപുകളെ എന്റെ വാക്ക് കേൾക്കുകയും, നമുക്ക് പറയാം പർവ്വതങ്ങളെ എന്റെ വാക്ക് കേൾക്കുകയും, ഹല്ലേലൂയ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുകയിൽ ഹല്ലേലൂയ തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് പരിചയപ്പെടുത്തുകയാണ്. God is not only calling him, but God is revealing himself to Moses. നമ്മുടെ ദൈവം നമ്മെ വിളിക്കുന്ന ദൈവം മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില രാത്രി ഫോൺ വിളിച്ചിട്ട് അയ്യോ പാസ്റ്റർ ഉറങ്ങുവാന്നോ, എന്നാ ഉറങ്ങുമെന്ന് അറിയാൻ വിളിച്ച എന്ന് പറയുന്നതല്ല നമ്മുടെ ദൈവം വിളിക്കുന്നത്. സ്തോത്രം. വിളിച്ചിട്ട് തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആർക്കണ്ടൊക്കെ എങ്ങോട്ടൊക്കെ വിളി കേട്ടു, പക്ഷേ പ്രൈസ് ദി ലോർഡ് ഒരു പിടുത്തമില്ല. എന്താ ആ വിളിയല്ല ദൈവത്തിന്റെ വിളി. ദൈവത്തിന്റെ വിളി അവന്റെ പദ്ധതിയെ നിന്നോട് അറിയിക്കുന്നൊരു വിളിയാണ്. നിന്റെ 40 വർഷമായി ആരെങ്കിലും തന്നെ എന്നെ വിളിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച മോശ, ദൈവം പറയാ, നിന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഇതിനങ്ങനെ പറഞ്ഞേ. സ്തോത്രം. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയിരിക്കാൻ സമയമായി. ഹല്ലേലൂയ. അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് ഒക്കെ അരുളി ചെയ്ത വാഗ്ദത്തം മറന്നു കളയുന്ന ദൈവമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം, ഈ ആലയത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം, നിന്റെ ഹൃദയത്തോട് ഇടപെട്ട ദൈവത്തിന്റെ വചനം, അത് കിടക്കുകയാ, പെൻഡിങ്. ഹല്ലേലൂയ. അതിനൊരു വാഗ്ദത്ത നിവൃത്തി ഉണ്ടായ മതിയാവും. അതിനുവേണ്ടി ദൈവം നിന്നെ വിളിക്കുക. ഹല്ലേലൂയ. ദൈവശബ്ദ വാഗ്ദത്ത നിവൃത്തിയുടെ ദൈവപ്രവൃത്തിയുടെ ശബ്ദമാ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഒരു ഭാഗം മുമ്പ് ദൈവം വെച്ച വ്യവസ്ഥയാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ തന്നെ താൻ വെളിപ്പെടുത്തുകയാ. ഇത് മകൾക്കാല ദൈവിക വചനത്തിന്റെ വെളിപ്പാട് നമുക്കായി വെളിപ്പെടുമ്പോൾ അതിനൊരു ദൈവപ്രവൃത്തിയുണ്ട്. അവന് വചനത്തെ കുറിച്ച് പറയുന്നത്, അയച്ച പ്രവൃത്തി ചെയ്യാതെ എന്റെ വചനം മടങ്ങി വരികയില്ല. ഹല്ലേലൂയ. ഇത് മകൾക്കാലം വിശ്വസിച്ചാണ് കർത്താവേ, അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതാ. ഹല്ലേലൂയ. ജീവന്റെ തുടിപ്പിനെ ഹല്ലേലൂയ അയക്കുവാൻ കഴിയുന്നതാണ്. ഇത് നിർജീവത്വങ്ങൾ മാറിപ്പോകണ്ട. ഹല്ലേലൂയ. ഉണങ്ങിയതിന്റെ മേല് വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ അത് പൊട്ടിമുളയ്ക്കുന്നത് പോലെ ഒരു പ്രതീക്ഷയുമില്ല എന്ന് വിചാരിച്ച ഇടത്ത് ഇന്ന് മകൾക്കാലം പരിശുദ്ധാത്മാവിൽ ഈ ദൈവത്തിന്റെ വചനം വെളിപ്പെടുമ്പോൾ ആ മേഖലകളില് ഉണങ്ങിയതിന്റെ മേല്, നിർജീവത്വത്തിന്റെ മേല് ദൈവത്തിന്റെ വെളിപ്പെട്ട് ശാരീരിക മണ്ഡലത്തിന് വെളിപ്പെട്ട് വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ഓ മണ്ണിലോട്ട് പോയി ഇടത്തോട് ഒന്നിപ്പിച്ച് ഹല്ലേലൂയ മുളപ്പിക്കുന്ന എന്റെ ദൈവം മഞ്ഞും മഴയും അതിന്റെ മേൽ അയക്കുന്ന ദൈവം. ഹല്ലേലൂയ. എന്റെ വഴി അറിഞ്ഞതല്ല എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തിന്റെ വെളിപ്പാട്, വചനത്തിന്റെ വെളിപ്പാട് ഒരു പുതിയ ദശയിലേക്ക് നയിക്കുമാറാകട്ടെ. ഒരു പുതിയ മാനം കൈവരട്ടെ. ഒരു പുതിയ ലക്ഷ്യം കൈവരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 40 വർഷം ആടിനെ മേയിച്ചവൻ ലക്ഷം ജനത്തെ നയിപ്പാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന നിമിഷം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുക. ഇതുവരെ മോശ കേട്ടിട്ടില്ല അതൊരു ശബ്ദം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. We shall find ourselves on a holy ground. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് അത് ദൈവ സാന്നിധ്യം വരുമ്പോൾ വെളിപ്പെടുക. Praise the Lord. വിശുദ്ധി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ല വിശുദ്ധി. ഹല്ലേലൂയ. നമ്മേക്കാൾ വിശുദ്ധിയോടെ ജീവിക്കുന്ന അനേക മനുഷ്യരുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് മുറി ഉണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറയരുത് എന്ന് ശഠിക്കുന്ന മറ്റ് മതസ്ഥരും ദൈവത്തെ അറിയാത്തവരായ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. സ്തോത്രം. പക്ഷെ വിശുദ്ധി, ഹോളിനെസ്, വാട്ട് ഇസ് ദ റിയൽ മീനിങ് ഓഫ് ദാറ്റ്? ഹല്ലേലൂയ.
വിശുദ്ധിയുടെ നിർവചനം നമ്മുടെ ദൈവമാണ്. അപ്പൊ അവര് വിശുദ്ധരല്ലേ? സ്തോത്രം. ഒരു കുഴപ്പമില്ല. സഹ്യ സ്ഥാനങ്ങളിൽ അതുപോലെ ഹിമാലയ സ്ഥാനങ്ങളിൽ പോയി തപസ്സരിക്കുന്ന സന്യാസികൾ ഒരു ഉറുപ്പിനെ പോലും നോവിക്കാറില്ല. അവരാണ് വിശുദ്ധര്. അതോ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്? ചോദ്യം ചോദിച്ചേ. സ്തോത്രം. വിശുദ്ധി എന്താ? ദൈവവചനം പഠിപ്പിക്കുന്ന വിശുദ്ധിയുടെ നിർവചനം ദൈവസാന്നിധ്യമാണ്. നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടത് ദൈവസാന്നിധ്യമാണ്. അല്ലാതെ ഹല്ലേലൂയ പേരെഴുതി വെച്ചുള്ള വിശുദ്ധിയല്ല, പറഞ്ഞു ഫലിപ്പിക്കുന്ന വിശുദ്ധിയല്ല. ഇവിടെ മോശയുടെ ജീവിതത്തിൽ മോശ ഉരിയാടാതായിട്ട് വർഷങ്ങളായി. സ്തോത്രം. കൂടുതൽ പാപം ചെയ്യുന്ന വാ തുറക്കുമ്പോഴാണ് അല്ലേ? സ്തോത്രം. അപ്പോൾ അവൻ ദൈവസന്നിധിയിൽ വിശുദ്ധനെന്ന് പറയാം. പക്ഷേ ഇവിടെ ദൈവം പറയുക, നിന്റെ കാലിന് ചെരിപ്പഴിക്ക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധിയുള്ളതാണ്. പ്രിയമുള്ളവർ, ഈ നാളുകളിൽ വിശുദ്ധിയുടെ we have to redefine the holiness. Hallelujah. When we avoid ourselves from certain things that can be called as a commitment, but the holiness shall happen when we experience the presence of God. അതുകൊണ്ട് ആലയത്തിൽ കടന്ന ദൈവജനം വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അത് നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടേ മതിയാകും. ചില വിഷയങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടേ മതിയാകൂ. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചിലതിന്റെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടേ മതിയാകൂ. ഹല്ലേലൂയ. മനുഷ്യന്റെ കാര്യം ചലിച്ചാൽ പോരാ, അധികാരികളുടെ കാര്യം ചലിച്ചാൽ പോരാ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നാൽ പോരാ. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് അതിനെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ആകാശത്ത് തീയിറങ്ങി അതിനെ ദഹിപ്പിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഇറങ്ങി വരുമ്പോൾ അവിടെ രൂപാന്തരം സംഭവിക്കുക. പ്രിയമുള്ളവർ, ഈ നാളുകളിൽ മാറ്റമില്ലാതിരിക്കുന്നതിന്റെ മേൽ, ചലനമില്ലാതിരിക്കുന്നതിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വചനത്താൽ പരിശുദ്ധാത്മാവിനെ ഇറങ്ങി വരുമ്പോൾ അവിടെ രൂപാന്തരം സംഭവിക്കും. അവിടെ പണികൾ നടക്കും, അവിടെ രൂപപ്പെടൽ നടക്കും, അവിടെ ചിലത് ഉത്ഭവിക്കും. ഹല്ലേലൂയ. ചിലത് ഇല്ലാതായി മാറുമ്പോൾ, അശുദ്ധി മാറുമ്പോൾ വിശുദ്ധി ചിലരെ സൃഷ്ടിച്ചെടുക്കുകയാണ്. എത്ര സ്തുതിപ്പാൻ കഴിയും? മോശയുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായി, എന്റെ പിതാവിന്റെ ദൈവമായി. ഹല്ലേലൂയ. നിന്നെ വിളിക്കുവാൻ കഴിവുള്ള ദൈവമായി. ഹല്ലേലൂയ. നിന്റെ പേരിൽ ദൗത്യമുണ്ട്. ഓ, നീ ഇന്ന് മുതൽ മറ്റൊരു മനുഷ്യനായി മാറുകയാണ്, മറ്റൊരു വ്യക്തിത്വമായി മാറുകയാണ്. ദൈവശബ്ദം കേട്ടാൽ അങ്ങനെയാ പ്രിയമുള്ളവരെ. അത് കാതിൽ കേൾക്കുന്ന ശബ്ദം മാത്രമല്ല, ഈ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യേണ്ട മണ്ഡലങ്ങളിൽ ക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രൂപാന്തരം സംഭവിക്കുക. ഇന്ന് പോലെ എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവേ ഒരു സാധാരണ കാര്യമാകാം, പക്ഷെ വെളിപ്പെടുന്നത് നിന്റെ സാന്നിധ്യമാണെങ്കിൽ അത് അസാധാരണമായി മാറട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് നമുക്ക് ദൈവത്തിന്റെ സമർപ്പിക്കുവാൻ കഴിയും? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ നൽകി തരുവാൻ കഴിയും. ഓ ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വലിയ വലിയ പ്ലാനിങ്ങോടിരിക്കുക, ഇങ്ങനെയൊക്കെ നടന്നെങ്കിൽ മാത്രമേ നടക്കുന്നു. ദൈവത്തിന് അതല്ല പ്രശ്നം. ദൈവത്തിന് മുൾപടർപ്പിലും അവന്റെ സാന്നിധ്യം അറിയിപ്പാൻ കഴിയും. ഹല്ലേലൂയ. വലിയ പർവ്വതത്തിൽ നിന്ന് കത്തിയ അനുഭവം സീനായി മലയുടെ താഴ്വര നാം കണ്ടതാ. ദൈവത്തിന്റെ സാന്നിധ്യം സീനായി ഇറങ്ങി, മുൾപടർപ്പിൽ ഇറങ്ങുന്ന സാന്നിധ്യം സീനായി ഇറങ്ങും. ഹല്ലേലൂയ. മുൾപടർപ്പിൽ ഇറങ്ങിയ സാന്നിധ്യം മരുഭൂമിയിൽ ഇറങ്ങും. ഹല്ലേലൂയ. മുൾപടർപ്പിൽ ഇറങ്ങിയ സാന്നിധ്യം കാൽവരയിൽ ഇറങ്ങും. ഹല്ലേലൂയ. മുൾപടർപ്പിൽ ഇറങ്ങിയ സാന്നിധ്യം കടലിന്മേൽ ഇറങ്ങും. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മധ്യേ ഇറങ്ങും. ഹല്ലേലൂയ. അനാക്യ മല്ലന്മാരുടെ മധ്യേ വെളിപ്പെടും. നിന്റെ കരം പർവ്വതത്തിൽ ഉയരുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം താഴ്വരയിൽ വെളിപ്പെടും. എല്ലായിടത്തും വെളിപ്പെടുവാൻ ശക്തമായതാ ദൈവ സാന്നിധ്യം. പക്ഷെ ഒരു കാര്യം, ഈ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ അവിടെ രൂപാന്തരം സംഭവിക്കും. ഹല്ലേലൂയ. ഇതുവരെ മാറാത്തതൊക്കെ മാറും. ഇതുവരെ വിശുദ്ധീകരിക്കപ്പെടാത്തതൊക്കെ വിശുദ്ധീകരിക്കപ്പെടും. ഇതുവരെ സംഭവിക്കാത്തത്, ഇതുവരെ കേൾക്കാത്തത് നീ കേൾക്കും. ഇതുവരെ നിവർത്തിക്കപ്പെടാത്ത വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടും. എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? വാഗ്ദത്തങ്ങൾ മറന്നു പോകരുത്. ഓ, നീ പ്രാവശ്യം മറന്നു പോകരുത്. ഓ, മറ്റുള്ളവർ പറയും അത് അടച്ചോ, അത് അടഞ്ഞ അധ്യായമാ. എന്നാൽ ദൈവം ഹല്ലേലൂയ അതിന്റെ മേൽ പുതിയ അധ്യായം എഴുതി ചേർന്ന ദൈവമാ. ഹല്ലേലൂയ. ഒരു നിമിഷം ദിവസം അടയ്ക്കാം. ഇതുപോലെ നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. കർത്താവേ, മുൾപടർപ്പിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം മോശയിൽ നൽകിയ രൂപാന്തരം, മോശയെ ദൗത്യത്തിനായി വേർതിരിച്ചതുപോലെ അവിടെ ദൈവശബ്ദം മോശയ്ക്ക് ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തിയതുപോലെ, ദൈവം ആരെന്ന് വെളിപ്പെടുത്തിയതുപോലെ
ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നരുളി ചെയ്ത യഹോവയാം ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ഹല്ലേലൂയ നമുക്കായി വെളിപ്പെടട്ടെ. നമ്മുടെ വിഷയങ്ങളുടെ നടകൊള്ളട്ടെ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ദൈവസന്നിധിയിൽ വാഗ്ദത്തം മറന്നിരിക്കുന്നെങ്കിൽ, ദൈവശബ്ദം കേട്ട് മറന്നുപോയെങ്കിൽ, ഓ ഹല്ലേലൂയ, നിന്നെ ആരെങ്കിലും വിളിക്കുന്നത് ഇത് നാളുകളായി സംഭവിക്കാതിരുന്നെങ്കിൽ ഒരു വിളിയുമില്ലല്ലോ കർത്താവേ, ഒരു ലക്ഷണവുമില്ലല്ലോ. ഹല്ലേലൂയ, എന്റെ ജീവിതം ഇവിടെ കൂടെ തീരുവെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ ചില വിഷയങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം ഏറ്റെടുത്താട്ട് നമ്മുടെ ജീവിതത്തിൽ വിടുതലിനെ അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ചില ദൈവപ്രവർത്തനം നമുക്ക് വേണ്ടി അയക്കാൻ പോവുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഗിദെയോനെ വിളിച്ച ദൈവം, ഏലീശയെ വിളിച്ച ദൈവം, ഓ ശമൂവേലിനെ വിളിച്ച ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പത്രോസിനോട് നമ്മൾ സംസാരിക്കുക. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. പ്രിയമുള്ളവർ, നമ്മൾ എങ്ങനെ നടന്നാലും അത് വിശുദ്ധിയിലേക്കുള്ള നടപ്പാകട്ടെ, ദൈവത്തിങ്കിലേക്കുള്ള നടപ്പാകട്ടെ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. But as he who called you is holy, you also be holy in all your conduct. Since it is written, you shall be holy just as I am holy. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിക്കുന്നത്, ദൈവം ഒരിക്കലും അശുദ്ധിയിലേക്ക് നമ്മെ നയിക്കത്തില്ല. അശുദ്ധിയിലൂടെ മഹത്വമെടുക്കുന്നതല്ല എന്റെ ദൈവം. എന്റെ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണ്. ഓ ഹല്ലേലൂയ, ഏത് തീച്ചൂളയിൽ നടത്തപ്പെട്ടാലും, ഓ ഏത് മുൾപ്പടപ്പിലൂടെ പോയാലും, ഏത് വെള്ളത്തിലൂടെ കടന്നു പോയാലും, ഏത് സിംഹത്തിന്റെ കുഴിയിൽ വീണാലും, ഏത് ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടാലും നിന്നിലൂടെ പുറത്തു വരുന്നത് വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിർവചനം. ഇന്ന് പകൽക്കാലം സമർപ്പിച്ചാണ്. ശത്രു പലപ്പോഴും നമ്മളെ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഓ അതിലേക്കും ഇതിലേക്കും ഒക്കെ നടത്തുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുന്ന ദൈവജനമേ, നിന്നിലൊരു പ്രതീക്ഷയുണ്ട് ദൈവത്തിന്റെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടം ഹല്ലേലൂയ നമ്മുടെ ശുദ്ധീകരണം. ഇന്ന് പകൽക്കാലം അശുദ്ധീകരണത്തിലേക്ക് ഹല്ലേലൂയ വാഗ്ദത്തം നിവർത്തിപ്പാൻ അല്പം താമസിച്ചാലും, ഓ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ അല്പം താമസിച്ചാലും, വിശുദ്ധിക്ക് നിരക്കാത്ത ഒന്നും സംഭവിക്കരുത്. നിത്യതയ്ക്ക് തടസ്സമാണെന്നും സംഭവിക്കരുത്. എത്രവർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? ഒരു നിമിഷം കൈകളെ ദിവസം ഉയർത്തി നെഞ്ചത്ത് കരമ്പറ്റിട്ട് പറഞ്ഞ കർത്താവേ, ഓ ലോകത്തിന്റെ വഴി എനിക്ക് വേണ്ട, ഓ അശുദ്ധിയിലേക്കുള്ള വഴി എനിക്ക് വേണ്ട, നിത്യത തടസ്സപ്പെടുന്ന വഴി എനിക്ക് വേണ്ട. ഓ 40 വർഷം മരുഭൂമിയിൽ ഉഴന്നാലും ദൈവം സാന്നിധ്യം വെളിപ്പെട്ടോ. ഹല്ലേലൂയ, ഇതുപോലെ കാലം ഒരു പ്രതീക്ഷ നമ്മിൽ വരട്ടെ, ഒരു പുതിയ പ്രതീക്ഷ കൈവരട്ടെ, വാഗ്ദത്തത്തിന്റെ ഒരു പുതിയ മുഖം കൈവരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രിയോച്ചാൻ പ്രാർത്ഥിക്കും. പ്രിയരോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മുഖങ്ങൾക്ക് ഈ ആഴ്ചയുടെ 1-ാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവ കൃപയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവമിടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്ന ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമിടയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ. അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനഃപ്പാഠവാക്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിപ്പാനിടയാക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിത പ്രകാരം കർത്താവിന്റെ കാഴ്ചയോട് തന്നെ കാഴ്ചയോടായി ജീവിപ്പാൻ അവിടുത്തെ ആകർഷണ വലയത്തിലവരെ സൂക്ഷിച്ചുകൊണ്ട് മാറാകണമേ. കൃപയിൽ അവരെ താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കും. അവർക്ക് മറുപടിയായി അവരെ സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, സഭയായി വ്യക്തിപരമായി ഓരോരുത്തരായി ഞങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാസനായി ബലപ്പെടുത്തിയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മോശയുടെ വിളിയെ കുറിച്ച് ഞങ്ങൾ കേട്ടു. കർത്താവേ, ഞങ്ങളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, വിശുദ്ധിയോടും നിർമ്മലതയോടും കർത്താവിന്റെ വചനപ്രകാരം ജീവിപ്പാൻ ആവശ്യമാകുന്ന
ദൈവകൃപ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അവിടുത്തെ കാൽച്ചൂടി തന്നെ ഞങ്ങളുടെ കാൽച്ചൂടായി പ്രമാണപ്രകാരം ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കരം പിടിച്ച് നടത്തിക്കൊള്ളണം കർത്താവേ. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, ഞങ്ങൾ എല്ലാവരും കർത്താവെ, ഞങ്ങൾ ചിലർക്ക് നാക്കോക്കിനായി കടന്നു പോകുന്ന ഞങ്ങളുടെ യാത്രകളിൽ ദൈവത്തിന് മഹാസാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളിൽ വെളിപ്പെടണമേ കർത്താവെ. കിരീടം ഞങ്ങൾ നിറവേറ്റുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള കൃപ തന്നാട്ട് ഞങ്ങളെ കുടുംബമായി വ്യക്തിപരമായി ഞങ്ങൾ പരിപാലിച്ചാട്ട് എല്ലാ നിലയിലും ദൈവത്തിന്റെ നാമം അടിയങ്ങളോട് മഹത്വപ്പെടുത്താട്ട് കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവോട് പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം ആടിയാരെ യഹോവ മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശിപ്പിച്ചു വഴങ്ങുന്ന പരിശുദ്ധമായ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് പ്രാർത്ഥിപ്പിച്ചതിനോട് ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകമുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ നാൾ വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കാലം ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേണ്ടമേ ദൈവം നിങ്ങളെ ധാരാളം